അനാലിസിസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ വെച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. റേഷ്യോ വെച്ചിട്ട് എങ്ങനെ, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെപ്രസെന്റേഷൻ ആണ് അല്ലെ, ഓരോ ടേമിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 5 റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോ, സെക്കൻഡ് വൺ ലിവറേജ് റേഷ്യോ, തേർഡ് വൺ ആക്ടിവിറ്റി റേഷ്യോ, ഫോർത്ത് വൺ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് ഫിഫ്ത്ത് വൺ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഇത്രയും റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. അപ്പൊ ഇതിന്റെ അണ്ടർ തന്നെ ഒരുപാട് റേഷ്യോസ് വേറെ വരുന്നുണ്ട്. സബ് റേഷ്യോസ് ആയിട്ട് കുറച്ചധികം റേഷ്യോസ് വരുന്നുണ്ട്. അപ്പൊ അത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. റേഷ്യോസ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ലിക്വിഡിറ്റി അതേപോലെ സോൾവെൻസി, ഒരു ഫേമിന്റെ ഷോർട്ട് ടേം ലിക്വിഡിറ്റിയും സോൾവെൻസിയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷോർട്ട് ടേം ആയിട്ടുള്ള ഷോർട്ട് ടേം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഫേമിനെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഡെപ്റ്റ് പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കാൻ പറ്റുന്നതാവണം. അതിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയാം. ആ ഒരു ഫേമിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയാം. അവരുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഡെപ്റ്റിനെ നമുക്ക് പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ സോൾവെൻസി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മെഷർ ദി ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഓർ സോൾവെൻസി ഓഫ് എ ഫേം. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്നത് 3 എണ്ണാണ്: കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഓക്കെ, കറന്റ് റേഷ്യോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയാം. രണ്ടാമത്തെ പറയുന്നത് ക്വിക്ക് റേഷ്യോ. ഒരു മിനിറ്റ്, ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പൊ ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ലിക്വിഡിറ്റി റേഷ്യോ ആയിരുന്നു അല്ലെ. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ, ഷോർട്ട് ടേം ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫേമിന്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള ലിക്വിഡിറ്റിയും സോൾവെൻസിയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന റേഷ്യോസ് ആണ് കറന്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അതേപോലെ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. നമ്മൾ ഫസ്റ്റ് വണ് കറന്റ് റേഷ്യോ. ഈ ഓരോ ഹെഡിങ്, ഇപ്പൊ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞു, അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന റേഷ്യോസ് ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് എക്സാമിന് അങ്ങനെയൊക്കെ വരാം. ഇപ്പൊ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഏത് റേഷ്യോയിൽ വരുന്നതാണ്? ഇപ്പൊ ലിവറേജ് റേഷ്യോ തരാം, ലിക്വിഡിറ്റി റേഷ്യോ തരാം, ആക്ടിവിറ്റി റേഷ്യോ തരാം, ഓപ്ഷനിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ കറന്റ് റേഷ്യോ ഏതിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്കത് അറിയണം. അപ്പൊ ഓരോ റേഷ്യോന്റെയും സബ് ആയിട്ട് വരുന്ന റേഷ്യോസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ.
അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറന്റ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിൽ ഉള്ള റിലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറന്റ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഐഡിയൽ കറന്റ് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കണേ. കറന്റ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ ഏതാന്ന് ചോദിച്ചാൽ 2:1 ആണ്. അതേപോലെ കറന്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ എന്താണ്, കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. നമ്മളിവിടെ പറഞ്ഞു കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറന്റ് റേഷ്യോനെ നമുക്ക് എന്ത് കൂടി പറയാം, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും കൂടി പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് അല്ലെ. അപ്പൊ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതുപോലെ തന്നെ കറന്റ് റേഷ്യോയിൽ എന്താ ചെയ്യുന്നത്, കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് എന്തെന്നും കൂടി പറയും, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും കൂടി പറയും കേട്ടോ. മറന്നു പോകരുത്. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഏതാന്ന് ചോദിച്ചാൽ കറന്റ് റേഷ്യോ ആണ്. അപ്പൊ കറന്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഐഡിയൽ കറന്റ് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ക്ലിയർ ആയല്ലോ? ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന റേഷ്യോസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ കറന്റ് റേഷ്യോ പറഞ്ഞു. ഇനി രണ്ടാമത് പറയുന്നത് ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഈ ഒരു റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ലിക്വിഡ് റേഷ്യോനെയാണ് നമ്മൾ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് ചോദിക്കണമെന്നില്ല. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നാവും വരിക, അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ എന്നാവും വരിക. അപ്പൊ അതിന് പറയുന്ന അതർ നെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓൾസോ കോൾഡ് ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഇവിടെ എന്താ ചെയ്യുന്നത്, എന്തിന്റെ റിലേഷനെ കുറിച്ചിട്ടാ പറയുന്നത്, ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ, ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്താൽ ബാലൻസ് വരുന്ന കറന്റ് അസറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ് മൈനസ് ഇൻവെന്ററി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. കറന്റ് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്തൽ ബാക്കി വരുന്ന കറന്റ് അസറ്റിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും, ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ദെൻ ഐഡിയൽ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ 1:1. ദെൻ അതേപോലെ നമ്മൾ ലിക്വിഡ് അസറ്റ് പറഞ്ഞു. അതേപോലെ ലിക്വിഡ് ലയബിലിറ്റി ചോദിച്ചാൽ കറന്റ് ലയബിലിറ്റി മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് കേട്ടോ. കറന്റ് ലയബിലിറ്റിയിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മൈനസ് ചെയ്താലാണ് നമുക്ക് ലിക്വിഡ് ലയബിലിറ്റി കിട്ടുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ രണ്ട് റേഷ്യോ ഓക്കെ ആയല്ലോ, കറന്റ് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും. ക്ലിയർ ആണോ? മാറിപ്പോവാതെ പഠിച്ചു വെക്കണം കേട്ടോ. പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണേ. ഇക്വേഷൻസ് ഒക്കെ ഒന്നോ രണ്ടോ തവണ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കും. അപ്പോൾ ഇപ്പൊ ലിക്വിഡ് റേഷ്യോ എന്താ, കറന്റ് റേഷ്യോ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടിയാൽ മതി അല്ലെ. കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അതേപോലെ തന്നെ ഈ ഐഡിയൽ കറന്റ് റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ പറയുന്നുണ്ടല്ലോ, എല്ലാത്തിലും പറയുന്നുണ്ട്. അതും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ കറന്റ് റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അത് നമുക്ക് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. അതേപോലെ തന്നെ ലിക്വിഡ് റേഷ്യോന്റേത് 1:1 ആണ്. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ പറയുന്ന അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോന്റെ അണ്ടറിൽ വരുന്ന മൂന്നാമത്തെ റേഷ്യോ ആണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് കൂടി പറയാം, ക്യാഷ് റേഷ്യോ എന്നും കൂടി പറയാം. ഓൾസോ കോൾഡ് ക്യാഷ് റേഷ്യോ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്
അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്താണെന്ന് അറിയണം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ലിക്വിഡ് അസറ്റ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിൽ പറയുന്നത് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ആണ്. അപ്പൊ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് കിട്ടുക. നേരത്തെ നമ്മൾ പഠിച്ചത് ലിക്വിഡ് അസറ്റ് ആയിരുന്നു. അത് എന്തായിരുന്നു? കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസ് മാത്രം മൈനസ് ചെയ്താലാണ് നമുക്ക് ലിക്വിഡ് അസറ്റ് കിട്ടുക. അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തുകൂടി മൈനസ് ചെയ്യണം? നമ്മൾ അതിന്റെ കൂടെ ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടി മൈനസ് ചെയ്യണം. ഇക്വേഷൻസ് പഠിച്ചു വെക്കണേ. കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്ലസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. ഓക്കെ. പിന്നെ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. നമ്മൾ ഇതിൽ ഓൾറെഡി ക്യാഷ് റേഷ്യോ എന്ന് കൂടി പറയുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഷ്യോനെ ഇങ്ങനെ കൂടിയും പറയാം കേട്ടോ. ക്യാഷ് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വിവാലൻസ്. അത് പറഞ്ഞാലും അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ആണ് കേട്ടോ. അതും കൂടി ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വിവാലൻസ്. ഓക്കെ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാഷ് റേഷ്യോ. നമ്മൾ രണ്ടും സെയിം ആണ്. അപ്പൊ അതിൽ ഒരു ഇക്വേഷനും കൂടി ആഡ് ചെയ്ത് വെക്കുക. ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വിവാലൻസ് എന്ന് പറഞ്ഞാലും അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ അതങ്ങനെ പറയാൻ കാരണം എന്താ? കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ് കറണ്ട് അസറ്റിൽ ഉണ്ടാവുക? ക്യാഷും ക്യാഷ് ഇക്വിവാലൻസും ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ഇത് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി, അല്ലെങ്കിൽ ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വിവാലൻസ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി വരും. ഓക്കെ. അപ്പൊ ലിക്വിഡിറ്റി റേഷ്യോയില് 3 നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ പറഞ്ഞത് കറന്റ് റേഷ്യോ, സെക്കൻഡ് വൺ പറഞ്ഞത് ലിക്വിഡ് റേഷ്യോ, തേർഡ് വൺ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. 3 എന്തിന്റെ അണ്ടറിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ലിക്വിഡിറ്റി റേഷ്യോന്റെ അണ്ടറിൽ വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഷോർട്ട് ടേം ലിക്വിഡിറ്റി അല്ലെങ്കിൽ സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. രണ്ടാമത് പറഞ്ഞത് ലിക്വിഡ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോനെ നമ്മൾ ക്യുക്ക് റേഷ്യോ എന്ന് പറയും. അതേപോലെ തന്നെ വേറെ എന്താ പറഞ്ഞ ആസിഡ് ടെസ്റ്റ് എന്ന് പറയും അല്ലെ. ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ലിക്വിഡ് അസറ്റ് കിട്ടാനുള്ള ഇക്വേഷൻ കറന്റ് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും കൂടി മൈനസ് ചെയ്യാം. ദെൻ മൂന്നാമത്തത് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ആണെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. അതേപോലെ തന്നെ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് കാണാനുള്ള ഇക്വേഷൻ കറന്റ് അസറ്റിൽ നിന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടി മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് റേഷ്യോ കഴിഞ്ഞു, അതായത് ലിക്വിഡിറ്റി റേഷ്യോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടോ. ഓക്കെ. ലിവറേജ് നമ്മൾ രണ്ടാമത്തെ റേഷ്യോ ആണ് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ലോങ് ടേം സോൾവൻസിയും അതേപോലെ തന്നെ ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലിവറേജ് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ലോങ് ടേം സോൾവൻസിയും ഫിനാൻഷ്യൽ പൊസിഷനും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് എന്തുകൂടി പറയാം? ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് കൂടി പറയാം കേട്ടോ. ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻഷ്യൽ റേഷ്യോ എന്നും കൂടി ഇതിനെ നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ മെഷർ ദി ലോങ് ടേം സോൾവൻസി ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ ലോങ് ടേം സോൾവൻസിയും കൂടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലിവറേജ് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ലിവറേജ് റേഷ്യോസ് ഉണ്ട്. അതെല്ലാം കൂടി ഒന്നും നമ്മൾ പഠിക്കേണ്ട, കുറച്ച് മാത്രം നോക്കി വെക്കുക കേട്ടോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ,
ഡെപ്റ്റ് കവറേജ് റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ. ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഡെപ്റ്റ് കവറേജ് റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ, ലാസ്റ്റ് വൺ പറയുന്നത് ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ. ഇനി ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് അല്ലെ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് വൈഡ് ആയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ലിവറേജ് റേഷ്യോന്റെ കൂട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. പോപ്പുലർ മെഷർ ഓഫ് ലോങ് ടേം ഫിനാൻഷ്യൽ സോൾവൻസി. നമ്മൾ ലോങ് ടേം ഫിനാൻഷ്യൽ സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. then it is also known as security ratio or external internal equity ratios. സെക്യൂരിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ ഏതിനെയാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെയാണ് നമ്മൾ സെക്യൂരിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഇന്റേണൽ ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെയാണ്. ഇവിടെ എന്താ കാണിക്കണെന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടം അല്ലെ. ആ ഒരു ഫേമിന്റെ ലയബിലിറ്റി അല്ലെങ്കിൽ കടമാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡെപ്റ്റും ഓണേഴ്സിന്റെ ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ മെഷർ ചെയ്യുക. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. ആ നെയിം തന്നെ നോക്കൂ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ കാണിക്കുക. അപ്പൊ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇക്വിറ്റി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയാം. എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്, അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഓക്കെ, ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. റിലേഷൻ പറയുന്നത് ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷനെയാണ് പറയുന്നത്. നമ്മൾ ലോങ് ടേം ഫിനാൻഷ്യൽ സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇതിന് നമ്മൾ സെക്യൂരിറ്റി റേഷ്യോ എന്നും എക്സ്റ്റേണൽ ഇന്റേണൽ ഇക്വിറ്റി റേഷ്യോ എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. 2:1 അല്ലെങ്കിൽ 2 ആണ്. ഈ 2 പറയാൻ കാരണം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിന് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെന്നാണ്. ഇതിൽ കൂടിയാൽ അത് റിസ്ക് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ പറയുന്നത്. അപ്പൊ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നതിന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് <2 ആണ് വരിക. അതായത് എപ്പോഴും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 2നേക്കാൾ കുറവായിരിക്കണം. 2ൽ കൂടുതലായാൽ അത് റിസ്ക് ആണ്, അല്ലെങ്കിൽ അവർക്ക് ലോസ് ആണ് സംഭവിക്കുക. അപ്പോ അതിന്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ചോദിച്ചില്ലേ? ഓരോ ഇൻഡസ്ട്രിക്കും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ നോർമലി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ 2 ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഏതിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഏത് റേഷ്യോന്റെ അണ്ടറിൽ വരുന്നതാണെന്നുള്ളത്. അപ്പൊ ഏത് റേഷ്യോന്റെ അണ്ടറിൽ വരുന്ന? ലിവറേജ് റേഷ്യോന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഒരു തവണ എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പൊ അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഫേമിന്റെ ഓണർ ആണ് അല്ലെ. അപ്പൊ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാല് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ കാണിക്കുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇക്വിറ്റി റേഷ്യോ ഓർ നെറ്റ് വർത്ത് റേഷ്യോ. ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോനെയാണ്. അതേപോലെ തന്നെ നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറഞ്ഞാലും പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ റിലേഷൻ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതേപോലെ ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? ഷെയർ ക്യാപിറ്റൽ വരാം, ഇക്വിറ്റി ക്യാപിറ്റലും വരാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും വരാം, അതേപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരും കേട്ടോ.
അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതേപോലെ ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ കാണിക്കുക. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ? പ്രൊപ്രൈറ്ററി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ.